you turn to John 17:21, നിങ്ങളുടെ വേദപുസ്തകം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമെങ്കിൽ, there our Lord Jesus Christ prayed for all those who would believe in him with the words that they all may be one. ഇവിടെ യേശു കർത്താവ് തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ വാക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. May they all be one, that the world may believe that you sent me. ഈ ലോകം നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കേണ്ടതിന് അവർ എല്ലാവരും ഒന്നാകണമേ. As I in you, Father, you are in me and I in you, and also may they be one in us. പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ഒന്നായിരിക്കുന്നത് പോലെ നാം എല്ലാവരും ഒന്നായിരിക്കുന്നത് പോലെ എന്ന് യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. The church is called to reflect the fellowship of persons within the Godhead. ദൈവത്വത്തിലുള്ള ആളത്വത്തെ ആഘോഷിക്കുന്നതിനും പ്രതിഫലിക്കുന്നതിനുമായി സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു. It is the unity of the Trinity. തൃത്വത്തിന്റെ ഐക്യമാണിത്. Unity of the Trinity is the model for our unity. നമ്മുടെ ഐക്യത്തിന്റെ മാതൃക എന്ന് പറയുന്നത് തൃത്വത്തിലെ ഐക്യമാണ്. So we are reflecting the divine unity through our unity. നമ്മുടെ ഐക്യത്തിലൂടെ നമ്മൾ പ്രതിഫലിക്കുന്നത് ദൈവത്വത്തിലുള്ള ഐക്യത്തെയാണ്. It's the image of plurality of persons united in the bond of love. സ്നേഹത്താൽ ഒന്നായി തീർന്നിരിക്കുന്ന വൈവിധ്യമുള്ള ആളത്വങ്ങളെ ഒന്നിച്ച് പ്രതിഫലിക്കുന്നതാണ് ഈ ഐക്യം. We are called to be related beings, not isolated beings. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുവാനാണ്, അല്ലാതെ വേർതിരിക്കപ്പെട്ടിരിക്കുവാനല്ല. The key to the relatedness to one another is the bond of love. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹത്തിലുള്ള ഐക്യമാണ്. The inner life of the church is to be closely linked with the life of the triune God, and this is the key to the unity of the church. സഭയുടെ ആന്തരിക ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആളത്വത്തിലുള്ള ജീവനുമായി വളരെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ ഐക്യത്തിന്റെ അടിസ്ഥാനം. Another image for unity is that of the body of Christ. ഐക്യത്തിനുള്ള മറ്റൊരു മാതൃക എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. In the Bible, the church is described as the body of Christ. വേദപുസ്തകത്തിൽ സഭയെ വിവരിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരമായിട്ടാണ്. This is the most distinctive title ascribed to the church. സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിസ്തുലമായ ഒരു പേരാണ്, ഒരു തലക്കെട്ടാണിത്. Paul in his letter to the Romans 12:4-5 uses the image of the body to describe the relation between the believers and Christ. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ ഈ സാദൃശ്യം, ക്രിസ്തുവിന്റെ ശരീരം എന്ന സാദൃശ്യം സഭയും വിശ്വാസികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കർത്താവും വിശ്വാസികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഐക്യത്തെ സൂചിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുകയാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. In 1 Corinthians 12:12-14, Paul writes, Christ is like a single body with its many limbs and organs, which many as they are make up one body. 1 Corinthians 12:12-14. 1 കൊരിന്ത്യർ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും എഴുതുന്നത്, ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് ഒരേ ഒരു ശരീരവും അതിലുള്ള എല്ലാ അംഗങ്ങളും അതിൻ്റെ അവയവങ്ങളും ആകുന്നു. അതൊന്നായി ആ ശരീരത്തെ നിർമ്മിക്കുന്നു. In 12:27 he says, now you are Christ's body and each of you a limb or organ. 12-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരമായി തീർന്നിരിക്കുന്നു, അത് മാത്രമല്ല അതിൻ്റെ അവയവങ്ങളും ആയിരിക്കുന്നു. In Ephesians 1:22 and 23 also he describes the church as Christ's body. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ
കർത്താവിൻ്റെ ശരീരത്തെ യേശു കർത്താവ് ഒന്നായി സഭയായി ചിത്രീകരിച്ചിരിക്കുന്നു. And speaks of one body and one spirit and building up of the body of Christ. ഒരേ ശരീരമായി ഒരേ ആത്മാവായി സഭയെ നിർമ്മിക്കുന്നതിനെ പറ്റി പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നു. In Colossians 1:18, Paul describes Christ as the head of the body, the church. കൊലോസ്യ ലേഖനം 1:18 പൗലോസ് അപ്പോസ്തലൻ കർത്താവ് സഭയുടെ തലയാകുന്നു എന്ന് എഴുതി ചേർത്തിരിക്കുന്നു. We are not body of somebody else. We are the body of Christ, and Christ is the head of the body. നാം മറ്റാരുടെയും ശരീരമല്ല, മറിച്ച് കർത്താവിൻ്റെ ശരീരമാണ്. അതുമാത്രമല്ല, കർത്താവാണ് ഈ ശരീരത്തിൻ്റെ തല എന്ന് പറയുന്നത്. The sacrament of baptism is described as baptism into the union with Christ. മാമോദീസ എന്ന കൂദാശ അതിനെക്കുറിച്ച് വിവരിക്കുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനമേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാണ്. You read this in Romans 6:3, where Paul describes baptism as baptism into the union with Christ. റോമാലേഖനം 6:3 പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നു, സ്നാനം എന്ന് പറയുന്നത് കർത്താവിനോട് ചേരുവാനാണ് നാം സ്നാനമേറ്റിരിക്കുന്നത്. Through baptism we are bodily united with Christ and we are made part of the body of Christ. സ്നാനം എന്ന കൂദാശയിലൂടെ നാം കർത്താവിന്റെ ശരീരത്തോട് ചേരുകയും കർത്താവിന്റെ ശരീരമായി തീരുകയും ചെയ്യുകയാണ്. The church is called to believe and affirm its oneness with Christ, who is the head of the church. സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത് സഭയുടെ തലവനായ കർത്താവിന്റെ ശരീരത്തോട് നാം ഒന്നായി ചേർന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാനാണ്. Jesus' prayer for oneness speaks of the missionary dimension of church's oneness. യേശു കർത്താവിന്റെ ഈ ഐക്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ദൗത്യത്തിന് ഐക്യം എപ്രകാരം ദൗത്യത്തിലേക്ക് നയിക്കുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ്. The unity or oneness of the church is in order that the world may believe that you sent me. സഭയുടെ ഐക്യം എന്ന് പറയുന്നത് ഈ ലോകത്തോട് പ്രതിഫലിപ്പിക്കുന്നത് കർത്താവ് ദൈവത്തോട് പറയുന്നു, നീ എന്നെ അയച്ചുവെന്ന് ഈ ലോകം വിശ്വസിക്കണം എന്നുള്ളതാണ് അതിന്റെ ആഗ്രഹം. The church's oneness is not an end in itself, but meant for the restoration of the oneness of the whole humankind. സഭയുടെ ഐക്യം എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു അവസാനമല്ല, എന്നാൽ അതിന്റെ തുടർച്ച എന്ന് പറയുന്നത് സഭയുടെയും മറ്റ് ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഐക്യത്തിലേക്ക് അത് നയിക്കുന്നു എന്നുള്ളതാണ്. Dear people of God, we are aware that we live in a divided world. ദൈവജനമേ, നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ നാം വിഭജിക്കപ്പെട്ട ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. The church is also not an exception to this state of affairs. സഭയും ഈ വിഭജനത്തിന് ഒരു അപവാദമല്ല. All of us know that it is very difficult to be a church in the world. ഈ ലോകത്തിൽ ഒരു സഭയായിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. We gather to worship every Sunday. നാം എല്ലാ ഞായറാഴ്ചയും ദൈവത്തെ ആരാധിക്കാനായി ഒന്നിച്ചു ചേരുന്നു. We celebrate joyful occasions. നമ്മുടെ സന്തോഷ അവസരങ്ങൾ നാം ഒന്നിച്ച് ആഘോഷിക്കുന്നു. We pray for one another. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Care for one another at times of crisis. പ്രതിസന്ധിയുടെ നടുവിൽ നാം പരസ്പരം സഹായിക്കുന്നവരാണ്. Sometimes we glorify the past. ചിലപ്പോൾ നാം ഭൂതകാലത്തെ മഹത്വീകരിക്കുന്നവരാണ്. Worry about the future. ഭാവിയെ നോക്കി ആകുലപ്പെടുന്നവരാണ്. We do not have a clear stance about our identity and image as a congregation, as a church in the world. ഈ ലോകത്തിൽ ഒരു സഭ എപ്രകാരം ആയിരിക്കണം, അതിൻ്റെ സ്വത്വം എന്താണ്, അതിൻ്റെ മാതൃകകൾ എന്താണെന്ന് പലപ്പോഴും നമുക്ക് ശരിയായ വ്യക്തമായ നിലപാടുകളില്ല. As Christians, we are called to love one another. ക്രിസ്ത്യാനികളായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കുന്നതിനാണ്. But we find it difficult to put it into practice. എന്നാൽ പ്രായോഗിക തലത്തിൽ അത് കൊണ്ടുവരുന്നതിന് നാം വല്ലാതെ പ്രയാസപ്പെടുന്നു. We have difficulties in living together. ഒന്നിച്ച് സഹവർത്തിത്വത്തിന് നമുക്ക് വളരെ പ്രയാസമാണ്. In accepting one another. മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിന്. On the other hand, the church members want to belong to a community where they find meaning and closer fellowship. എന്നാൽ അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് സഭാമക്കൾ എല്ലാവരും സഭയിലേക്ക് വരുന്നത് അതിൽ അർത്ഥം കണ്ടെത്തുന്നതിനും ആ ബന്ധങ്ങളുടെ പുനഃസ്ഥാപനത്തിനും വേണ്ടിയാണ്. I strongly believe that the gathering here indicates that you want to belong. You would like to belong to a fellowship and you want to have fellowship with Christians and others.
ഈ മാരാമൺ പന്തലിലേക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരും മറ്റുള്ള എല്ലാ സഭാവിശ്വാസികളുമായും ക്രിസ്ത്യാനികളുമായും പരസ്പരമുള്ള ഒരു വലിയ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. I praise God for that. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. Shall we all say together hallelujah? നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഹല്ലേലൂയ എന്ന് പറയാം. ഹല്ലേലൂയ. You know what hallelujah means literally? നിങ്ങൾക്ക് അതിന്റെ യഥാർത്ഥമായ അർത്ഥം അറിയാമോ? Praise the Lord, isn't it? That's correct. ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. Hallelujah is a Hebrew word. ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരു എബ്രായ പദമാണ്. Hallelujah means let us praise. നമുക്ക് സ്തുതിക്കാം എന്നാണ് അതിന്റെ അർത്ഥം. But Yah means it's short form of Yehovah. യാ എന്നുള്ള അവസാനത്തെ അക്ഷരം അത് യഹോവയുടെ ചെറിയ രൂപമാണ്. So hallelujah, let us praise Yahweh. ഹല്ലേലൂ Yehovah. നമുക്ക് ദൈവത്തെ യാഹുവയെ സ്തുതിക്കാം. So hallelujah. ഹല്ലേലൂയ. Yah is the short form of Yehovah. യാ എന്ന് പറയുന്നത് യഹോവയുടെ ചെറിയ രൂപമാണ്. Traditionally, we understand and interpret our unity in terms of confessional unity. പരമ്പരാഗതമായി നാം ഐക്യത്തെ മനസ്സിലാക്കുന്നത് വിശ്വാസത്തിലുള്ള ഐക്യമായിട്ടാണ്. Sometimes we say it's unity in faith. ചിലപ്പോൾ നമ്മൾ പറയും നമ്മുടെ വിശ്വാസത്തിലുള്ള ഐക്യം. Sometimes we say it is uniformity in faith formulations. ചിലപ്പോൾ നമ്മൾ പറയും നമ്മുടെ വിശ്വാസ രൂപീകരണത്തിലുള്ള ഏകരൂപതയാണത്. But faith and faith formulations are not one and the same. വിശ്വാസവും വിശ്വാസ രൂപീകരണവും ഒന്ന് അല്ല. Faith is much more than faith formulations. വിശ്വാസ രൂപീകരണത്തെക്കാൾ വളരെ വലുതാണ് വിശ്വാസം എന്ന് പറയുന്നത്. If I ask you how was the breakfast today, what do you say? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇന്നത്തെ പ്രഭാത ഭക്ഷണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഉത്തരം പറയുക? Or if you eat a sweet, special sweet, how was it? If I ask you how was it, what do you say? It was sweet, it was good, you will say. But you cannot express your feeling, your experience. നിങ്ങളോട് ഇന്ന് ഒരു മധുരം കഴിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും കഴിച്ചു, അത് മധുരമുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ലഭിച്ച ഒരു വികാരത്തെ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്, പ്രതിഫലിക്കുന്നത്? You can express it in different ways. പല രീതിയിൽ അതിനെ പ്രകടിപ്പിക്കാനായി കഴിയും. In a similar way, we express our faith in different faith formulations. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് വിവിധ തരത്തിലുള്ള വിശ്വാസ രൂപീകരണത്തിലൂടെയാണ്. Sometimes we understand and interpret our unity in terms of sharing a common doctrine. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഐക്യത്തെ പ്രതിഫലിക്കുന്നത് നാം പൊതുവായി പങ്കുവെക്കുന്ന ചില വിശ്വാസ സംഹിതകളുടെ അടിസ്ഥാനത്തിലാണ്. In Sarampur family, in different colleges, we learn the doctrines, yes, but we have Christians belonging to different traditions. They understand it in different ways. സരാംപൂർ സർവകലാശാല കീഴിലുള്ള വിവിധ സഭകൾ തമ്മിൽ വിശ്വാസ സംഹിതകൾ പലതാണ്. ഞങ്ങൾ അവിടെ ഇരുന്ന് ഒന്നിച്ച് അത് മനസ്സിലാക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. And traditionally we understand and interpret unity in terms of communion at the Lord's table. യേശു കർത്താവിന്റെ മേശയിലുള്ള സംസർഗത്തിലൂടെ പലപ്പോഴും നാം ഈ ഐക്യത്തെ അനുഭവിച്ചറിയുകയാണ്. People say that as long as you don't have communion at the Lord's table, you don't have real unity. ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് കർത്താവിന്റെ മേശയിൽ നിങ്ങൾ ഒന്നിച്ച് സംസർഗം പ്രാപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഐക്യമില്ല എന്ന്. Because it is Lord's table, it is not the table of any one particular person. കാരണം എന്ന് പറയുന്നത് ഇത് കർത്താവിന്റെ മേശയാണ്, മറ്റാരുടെയുമല്ല. Yes, these are crucial and important issues. ഇത് വളരെ നിർണായകവും പ്രധാനപ്പെട്ടതുമായ പ്രശ്നങ്ങളാണ്. But at the same time, participation in God's ministry and mission or mission of Christ has played a very significant role in the ecumenical movement. സഭ ഐക്യ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ ദൗത്യത്തിൽ പങ്കുകാരാകുന്നത് വളരെ വലിയ ഭാഗഭാഗിത്വം വഹിച്ചിട്ടുണ്ട്. We together, people belonging to different churches, are partners and collaborators in the ministry and mission of God. ദൈവത്തിന്റെ ദൗത്യത്തിലും ശുശ്രൂഷകളിലും നാം എല്ലാവരും വിവിധ സഭകളിലായിരിക്കുമ്പോൾ തന്നെ നാം ഒന്നിച്ച് അതിൽ പങ്കുകാരായി തീരുകയാണ്. Not merely as individual churches, but together as people of God. അവിടെ ചില സഭകൾ പ്രത്യേകമായിട്ടല്ല, മറിച്ച് നാം എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഐക്യത്തോടെ ആ ദൗത്യത്തിൽ പങ്കുകാരാവുകയാണ്. Today I would like to highlight the missionary dimension of our oneness, of our unity. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രധാനമായി സൂചിപ്പിക്കാനായി ആഗ്രഹിക്കുന്നത് നമ്മുടെ ഐക്യത്തിന്റെ ദൗത്യ തലങ്ങളെയാണ്. A famous Swiss theologian, Emil Brunner, once said
The church exists by mission as fire exists by burning. സ്വിസ് ദൈവശാസ്ത്രജ്ഞനായ എമിൽ ബ്രൂണർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അഗ്നി അതിൻ്റെ ജ്വാലയിൽ നിലനിൽക്കുന്നത് പോലെയാണ് സഭ അതിൻ്റെ ദൗത്യത്തിൽ നിലനിൽക്കുന്നത്. The church exists by mission as fire exists by burning. അഗ്നി അതിൻ്റെ ജ്വാലയിൽ നിലനിൽക്കുന്നത് പോലെ സഭ അതിൻ്റെ ദൗത്യത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. A fire that does not burn is self-contradictory. So likewise is a church that is not missionary. അഗ്നി അതിൻ്റെ ജ്വാലയിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നത് സ്വയമായി നിഷേധിക്കലാണ്. അതുതന്നെയാണ് സഭയും ദൗത്യത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ സംഭവിക്കുന്നത്. It's the nature of the church to expand, to reach out, to communicate to those who are outside our visible fold. സഭയുടെ സ്വഭാവം എന്ന് പറയുന്നത് നാം കാണപ്പെടുന്ന കൂട്ടത്തിൽ ഇല്ലാതെ ഇരിക്കുന്ന ആളുകളുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരോട് സുവിശേഷം അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. Only by me being missionary the church proves her identity. സഭയുടെ സ്വത്വം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് സഭ ദൗത്യത്തിൽ വ്യാപൃതമാകുന്നതിലൂടെയാണ്. Jesus, the risen Lord, gave her the command, "Go, and I am with you." യേശു കർത്താവ്, ഉയർത്തെഴുന്നേറ്റതായ കർത്താവ് സഭയോട് പറഞ്ഞു, നീ പോകുക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. He is with the church as she goes in her missionary capacity. ഈ ദൗത്യത്തിൽ സഭ മുന്നേറുമ്പോൾ സഭയ്ക്കുള്ള വാഗ്ദത്വം ഇത് തന്നെയാണ്: യേശു നമ്മോടൊപ്പമുണ്ട് എന്നുള്ളത്. Go and make disciples, Jesus says. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി സകലരെയും ശിഷ്യരാക്കണം. Make people followers of the risen Lord. That is the command of Jesus. യേശു കർത്താവിന്റെ കൽപ്പന എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അനുഗമിക്കുന്നവരായി നിങ്ങൾ തീരണം, മറ്റുള്ളവരെ തീർക്കണം എന്നുള്ളതാണ്. Go and make disciples, and I am with you. നിങ്ങൾ സകലരെയും ശിഷ്യരാക്കുക, ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. You know, it's very interesting. If you study the Bible, the Matthew's gospel begins by saying that Jesus is Emmanuel, isn't it? Emmanuel, God with us. Im, with, Anu, us, El, God. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് യേശു കർത്താവ് ഇമ്മാനുവൽ എന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടാണ്. With us, God. കൂടെ ദൈവം നമ്മോട്. In Hebrew, there is no tense, you see, as we have in English, is, was, and will be. There is nothing of that sort. We have to read into it. Emmanuel. എബ്രായ ഭാഷയിൽ ഇംഗ്ലീഷിൽ ഉള്ളതുപോലെയുള്ള വാചകങ്ങളില്ല, എന്നാൽ നാം അത് വായിച്ച് എടുക്കണം. With us, God. It can be interpreted in different ways. God was with us. God is with us. And God will be with us. ദൈവം നമ്മോടുകൂടെ എന്നുള്ളതിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടാകുന്നു, ഇനിയും ഉണ്ടാകും എന്നാണ്. Matthew's gospel begins with that word and ends with the word. How does it end? Can you tell me? എങ്ങനെയാണ് മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നത്? നിങ്ങൾക്ക് എന്നോട് പറയാമോ? Lo, I am with you always. ഞാൻ നിങ്ങളോട് കൂടെ എല്ലായ്പ്പോഴും ഇരിക്കും. Jesus will be with us always. He is with us. He has been with us. He is with us and he will be with us. യേശു കർത്താവ് നമ്മോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ ഇപ്പോൾ നമ്മോടുകൂടെ ഇരിക്കുന്നു, ഇനിയും അവൻ നമ്മോടുകൂടെ ഇരിക്കും. And the same living Lord who is our contemporary calls us, "Go, make disciples, and I will be with you." ജീവിക്കുന്നവനായ ദൈവം ഇന്ന് നമ്മോട് ഈ സമയത്ത് പറയുന്നു, പോവുക, സകലരെയും ശിഷ്യരാക്കുക. But how do you go? You are called to communicate a message. എങ്ങനെയാണ് നിങ്ങൾ പോകുക? നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സന്ദേശം പങ്കുവെക്കുവാനാണ്. It is communication of a message that in Christ God is accepting the whole humankind and cosmos as it is. എന്താണ് നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത്? ക്രിസ്തുവിൽ നാം എല്ലാവരും, ഈ സകല ഭൂമിയും ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ്. And God is sharing his own life with it. കർത്താവ് ദൈവത്തിന്റെ തന്നെ ജീവൻ അതുമായി പങ്കുവച്ചിരിക്കുന്നു. Those who accept the message have to be led into a community of fellowship in which they are able to live out their faith. ഈ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവർ വിശ്വാസം ജീവിച്ച് കാണിക്കുമ്പോഴാണ് ഈ ഐക്യത്തിന്റെ സാക്ഷികളായി തീരുന്നത്. The fellowship of the church is very important for the survival and communication of Christian faith. ക്രിസ്തീയ വിശ്വാസത്തിന്റെ സംവേദനത്തിന് ക്രിസ്ത്യാനികൾ ഒന്നിച്ചുള്ള കൂട്ടായ്മയും ഐക്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. It is not the fellowship of a few individuals
but it's the fellowship of the people who worship God together as the body of Christ. ഇത് ചില വ്യക്തികളുടെ മാത്രമുള്ള കൂട്ടായ്മയല്ല, മറിച്ച് ക്രിസ്തു എന്ന ശരീരത്തിൽ ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന സകല വിശ്വാസികളും ഒന്നിച്ചു ചേരുന്ന കൂട്ടായ്മയാണ്. They are called to accept each other and share with one another. അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് പരസ്പരം സ്വീകരിക്കുന്നതിനും പരസ്പരം പങ്കുവയ്ക്കുന്നതിനുമാണ്. It's an act of mutual accepting and mutual sharing. ഇത് പരസ്പരം സ്വീകരിക്കുകയും പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു വലിയ ക്രിയയാണ്. These two dynamic actions exhibit our unity and communicate the gospel better than words. ഈ രണ്ട് ചലനാത്മകമായ ക്രിയകളാണ് സുവിശേഷം പങ്കുവയ്ക്കുന്നതിനായി നമ്മെ പ്രബലപ്പെടുത്തുന്നത്. The corporate life of the community changes only when we accept each other and share with one another. നമ്മൾ മറ്റുള്ളവരെ നമ്മെ പോലെ സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഐക്യം നമ്മുടെ സമൂഹത്തിൽ സാധ്യമായി തീരുന്നത്. But in India or anywhere in the world for that matter, accepting each other and sharing with one another is not easy. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൽ എവിടെയും പരസ്പരം അംഗീകരിക്കുകയും പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. Therefore many a time we dream dreams of a united church. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഐക്യമുള്ള ഒരു സഭയെ പറ്റി നാം സ്വപ്നങ്ങൾ കാണാറുണ്ട്. Of the coming kingdom of God. വരുന്നതായ ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണാറുണ്ട്. And to find support we go back to the Bible to find words of hope and aspiration. അതിനുവേണ്ടി നാം വേദപുസ്തകത്തിലേക്ക് പോയി പ്രത്യാശയുടെ വാക്കുകൾ തിരയുന്നവരാണ്. Please note that the Bible does not invite us to a distant spiritual world, but to a down-to-earth spirituality rooted in day-to-day life. നമ്മൾ മനസ്സിലാക്കേണ്ട വേദപുസ്തകം നമ്മെ വിളിക്കുന്നത് ദൂരെ എവിടെയെങ്കിലുമുള്ള ഒരു ആത്മീയതയിലേക്കല്ല, മറിച്ച് യഥാർത്ഥമായ അനുഭവത്തിൽ നമ്മുടെ ആത്മീയത വേരൂന്നി ദൈനംദിന ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നതിലേക്കാണ്. I told you we are called to be united for mission. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൗത്യത്തിനു വേണ്ടിയാണ്. And mission involves communication of a message. ദൗത്യം എന്ന് പറയുന്നത് ഒരു സന്ദേശത്തിന്റെ സംവേദനമാണ്. But here inner growth and unity of the church matters very much. എന്നാൽ ഇവിടെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സഭയുടെ ആന്തരിക വളർച്ചയും ഐക്യവുമാണ്. The churches are called to participate in mission by being involved in their own inner growth and unity. സഭ ദൗത്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നത് സഭയുടെ ആന്തരികമായ വളർച്ചയിലൂടെയും ഐക്യത്തിലൂടെയുമാണ്. The churches are called to be a sign for the world. സഭകൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിന് ഒരു അടയാളമായിട്ടാണ്. So the important thing is that the churches need themselves to receive the good news and let the Holy Spirit remake their lives when and how He wills. അതിൽ പ്രധാനമായി സംഭവിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സഭകൾ തങ്ങളിൽ തന്നെ ആന്തരികമായി ഈ സുവിശേഷത്തെ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ രൂപപ്പെടലിനായി തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. It's important that we take courage to promote a spirit of mutual acceptance and mutual sharing with one another. നാം ഇവിടെ പരസ്പരം അംഗീകരിക്കുന്നതിലൂടെയും പരസ്പരം പങ്കുവെക്കുന്നതിലൂടെയും ലഭിക്കുന്ന ഐക്യത്തെ മുൻപോട്ട് കൊണ്ടുവരുവാൻ എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. It is in this way we are called to relate to each other, show faith that is in us, that is lived in relationship with each other. നമ്മുടെ ബന്ധങ്ങളിൽ ജീവിക്കുന്നതായ വിശ്വാസത്തെ കാട്ടിക്കൊടുക്കുന്നതിലൂടെയാണ് ഈ ഐക്യം കാട്ടിക്കൊടുക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. What we need today is not mere coexistence, but cooperation in a responsible and meaningful way. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് പരസ്പരം ഒന്നിച്ച് ജീവിക്കുക എന്ന് മാത്രമല്ല, എന്നാൽ അർത്ഥവത്തായ രീതിയിൽ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള സഹവർത്തിത്വമാണ്. Not mere coexistence, but cooperation. നമുക്ക് ഒന്നിച്ച് ജീവിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ഒന്നിച്ച് സഹകരണത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. So the urgent need is conversion among ourselves in the churches. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമുക്ക് തന്നെയുള്ള മാനസാന്തരമാണ്, നമ്മുടെ സഭകൾക്കുള്ള മാനസാന്തരമാണ്. Not justification for our divisions. നമ്മുടെ വിഭജനങ്ങൾക്കുള്ള നീതീകരണമല്ല.